ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ്. ഇത് ഇംഗ്ലീഷ് പഠിക്കുന്ന പലർക്കും കുഴക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ വളരെ എളുപ്പത്തിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് ജെറൻസ് ആൻഡ് ഇൻഫിനിറ്റീവ്സിനെ കുറിച്ച് പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് ജെറൻസ്, എന്താണ് ഇൻഫിനിറ്റീവ്സ്, അതെങ്ങനെ ആക്റ്റീവ് ആൻഡ് പാസീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്ത് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം എഴുതിയെടുക്കാൻ ശ്രമിക്കണം. പിന്നീട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഈസ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫോർ സക്സസ്. എന്താണ് ജെറൻസ്, എന്താണ് ഇൻഫിനിറ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. ജെറൻസും ഇൻഫിനിറ്റീവ്സും വെർബ്സ് ആണ് ഇംഗ്ലീഷിൽ, പക്ഷേ ഇത് നൗൺസ് ആയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ആദ്യം ജെറൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്രൈവ് എന്ന വാക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം? ഓടിക്കുക അല്ലേ? ഇതൊരു വെർബാണ്. കാരണം ഓടിക്കുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തികൾ ഇംഗ്ലീഷിൽ വെർബ്സ് എന്നറിയപ്പെടുന്നു. ജെറൻഡ് എന്ന് പറഞ്ഞാൽ വെർബ് പ്ലസ് ING ആണ്. അപ്പോൾ ഇവിടെ ഡ്രൈവ് എന്ന വെർബിൻ്റെ കൂടെ ING ചേർക്കുമ്പോൾ ഡ്രൈവിംഗ് എന്നാകുന്നു. അപ്പോൾ ഡ്രൈവിംഗ് എന്നുള്ളത് താഴെ കൊടുത്ത ഉദാഹരണത്തിൽ നൗൺ ആകുന്നു. നമുക്ക് ഉദാഹരണം പരിശോധിക്കാം. I enjoy driving in the countryside. I enjoy driving in the countryside. ഞാൻ നാട്ടിൻപുറത്തിൽ വണ്ടി ഓടിക്കുന്നത് ആസ്വദിക്കുന്നു എന്നാണ് ഇതിൻ്റെ മലയാളം അർത്ഥം. I എന്നുള്ളത് ഈ വാക്യത്തിലെ സബ്ജക്റ്റാണ്. കാരണം I ആണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്. I എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ. എന്താണ് I ചെയ്യുന്നത്? എൻജോയ്. എൻജോയ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക എന്നാണ് അർത്ഥം. ആസ്വദിക്കുക ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് എൻജോയ് ഇവിടെ വെർബാകുന്നു. പ്രവൃത്തികളെല്ലാം വെർബ്സ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത് ഡ്രൈവിംഗ്. ഇവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു വെർബാണെന്നാകും നിങ്ങളെല്ലാവരും ധരിച്ചു വച്ചിട്ടുണ്ടാവുക. പക്ഷേ ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു നൗണാണ്. ഇവിടെ ഡ്രൈവ് എന്ന വെർബിൻ്റെ കൂടെ ING ചേർത്തപ്പോൾ അത് ഡ്രൈവിംഗ് ആയി. എന്തുകൊണ്ട് നമ്മളിവിടെ I enjoy to drive in the countryside എന്ന് പറഞ്ഞില്ല? കാരണം എൻജോയ് എന്ന പർട്ടിക്കുലർ വെർബിന് ശേഷം എപ്പോഴും ING ചേർത്ത് വേണം പറയാൻ. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്കിവിടെ നോക്കാം. I enjoy watching English movies എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നത് ഞാൻ ആസ്വദിക്കുന്നു. അപ്പോൾ പറയുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നില്ല. പക്ഷേ ആരോടെങ്കിലും നമ്മൾ പറയുകയാണ് ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നത് ഞാൻ ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നത് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ I enjoy watching English movies എന്ന് പറയുന്നത്. വാച്ച് എന്ന വെർബിൻ്റെ കൂടെ ING ചേർത്തപ്പോൾ വാച്ചിങ് എന്നായി. അപ്പോൾ അതൊരു നൗണാണ്. ഇവിടെ അത് ജെറൻഡ് പോലെ പ്രവർത്തിക്കുന്നു. അടുത്ത ഉദാഹരണം, I enjoy listening music. ലിസൺ എന്ന വെർബിൻ്റെ കൂടെ ING ചേർത്തപ്പോൾ അത് ലിസണിങ് ആയി. അപ്പോൾ ലിസണിങ് എന്ന വാക്ക് ഒരു ജെറൻഡ് ആകുന്നു. അത് ഇവിടെ നൗൺ പോലെ പ്രവർത്തിക്കുന്നു. എന്താണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം? സംഗീതം കേൾക്കുന്നത് ഞാൻ ആസ്വദിക്കാറുണ്ട്. പറയുന്ന സമയത്ത് ആ പ്രവൃത്തി നടക്കുന്നില്ല. പകരം നിങ്ങളുടെ ഒരു ഇഷ്ടം ഇവിടെ പറയുകയാണ്. അടുത്ത എക്സാമ്പിൾ, I enjoy learning English language. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആസ്വദിക്കാറുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഞാൻ എൻജോയ് എന്ന വാക്ക് വെർബാണെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇത് വെർബാകുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. എൻജോയ് എന്ന വാക്ക് ഒരു ആക്ഷൻ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത് വെർബാകും എന്ന സംശയം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ കാരണം ഞാൻ പറയാം. ക്രൈ, ഡ്രിങ്ക്, ലോഫ്, ഈറ്റ്, ജംപ്, ഡ്രോ എന്നിങ്ങനെയുള്ള വാക്കുകൾ കണ്ടാലും കേട്ടാലും നിങ്ങൾക്കത് വെർബാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം ഇതെല്ലാം കൃത്യമായി ആക്ഷൻ നടക്കുന്ന വെർബുകളാണ്. പക്ഷേ ആക്ഷൻ വെർബുകൾക്ക് പുറമെ ഇംഗ്ലീഷിൽ സ്റ്റാറ്റീവ് വെർബ്സ് എന്നൊരു കാറ്റഗറി ഉണ്ട്. അതായത് ഇമോഷണൽ അഥവാ വികാരപരമായ വാക്കുകൾ എല്ലാം ഇംഗ്ലീഷിൽ വെർബ്സ് അഥവാ സ്റ്റാറ്റീവ് വെർബ്സ് എന്നറിയപ്പെടുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ലൈക്ക്, ലവ്, ഡിസ്ലൈക്ക്, ഹേറ്റ്, പ്രിഫർ, വാണ്ട്, എൻജോയ് ഇവയെല്ലാം ഇമോഷണൽ സ്റ്റാറ്റീവ് വെർബ്സുകളിൽ പെടുന്നു. അടുത്തൊരു സ്റ്റാറ്റീവ് കാറ്റഗറിയാണ് മൈൻഡ് അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്ന കാറ്റഗറി. എന്താണ് മൈൻഡ് എന്നാൽ? കരുതുക അല്ലെങ്കിൽ ഉദ്ദേശിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ വിചാരം അല്ലെങ്കിൽ തോന്നൽ, ചിന്താഗതി എന്നൊക്കെ പറയാം. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ, ബിലീവ്, നോ, സീം,
അഗ്രി, ഡിസഗ്രി ഇതെല്ലാം അപ്പോൾ സ്റ്റാറ്റീവ് വെർബുകളിൽ പെടും. അടുത്ത കാറ്റഗറിയാണ് സെൻസസ്. നമ്മൾ നേരത്തെ തന്നെ സെൻസസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. സ്മെൽ, ടേസ്റ്റ്, ഫീൽ, ഹിയർ, സൗണ്ട്, സീ ഇതെല്ലാം സ്റ്റാറ്റീവ് വെർബ്സുകൾ എന്നറിയപ്പെടുന്നു. അവസാനത്തെ കാറ്റഗറിയാണ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ് എന്നാൽ എന്താണ് അർത്ഥം? അവസ്ഥ അല്ലെങ്കിൽ അവസ്ഥകൾ. സ്റ്റേറ്റ് സ്റ്റാറ്റീവ് വെർബുകളിൽ വരുന്നതാണ് ബി, ഹാവ്. ഉദാഹരണം, ഐ ആം ഇന്ത്യൻ. ഇവിടെ ആം എന്നുള്ളത് ബി കാറ്റഗറിയിൽ വരുന്ന സ്റ്റാറ്റീവ് വെർബാകുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഐ ഹാവ് എൻ ഓൾഡർ ബ്രദർ. ഇവിടെ ഹാവ് വെർബായി വരുന്നു. സ്റ്റാറ്റീവ് വെർബുകളെക്കുറിച്ച് കൂടുതൽ നമ്മൾ വരുന്ന ക്ലാസ്സിൽ വിശദമായി പഠിക്കുന്നുണ്ട്. സ്റ്റാറ്റീവ് വെർബ് ഒരിക്കലും കണ്ടിന്യൂസ് അഥവാ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെർബായി ഒരിക്കലും ഉപയോഗിക്കില്ല. ഉദാഹരണം, ഐ ആം അണ്ടർസ്റ്റാൻഡിങ് ദിസ് ലെസൺ എന്നൊരിക്കലും നമ്മൾ പറയില്ല. പകരം ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് ലെസൺ എന്നാണ് പറയുക. ദിസ് ബാഗ് ബിലോങ്ങിങ് ടു മീ എന്ന് പറയില്ല. ദിസ് ബാഗ് ബിലോങ്സ് ടു മീ എന്നതാണ് ശരി. ഐ ഹാവ് ബീൻ ബിലീവിങ് ഇൻ ഗോഡ്സ് സിൻസ് ഐ വാസ് എ ചൈൽഡ് എന്ന് പറയില്ല. ഐ ഹാവ് ബിലീവ്ഡ് ഇൻ ഗോഡ്സ് സിൻസ് ഐ വാസ് എ ചൈൽഡ് എന്നാണ് പറയുക. അടുത്തത് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ടു പ്ലസ് വെർബ് ചേരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ടു റൈഡ് മൈ ബൈക്ക്. ഐ വാണ്ട് ടു റൈഡ് മൈ ബൈക്ക്. ഇവിടെ ഇതിൻ്റെ അർത്ഥം ഞാൻ ബൈക്ക് ഓടിക്കാൻ ആഗ്രഹിക്കുന്നു. വാണ്ട് എന്ന സ്റ്റാറ്റീവ് വെർബിന് ശേഷം ടു പ്ലസ് റൈഡ് എന്നത് ഇൻഫിനിറ്റീവ് ആകുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, വാണ്ട് എന്ന വെർബിന് ശേഷം എപ്പോഴും ടു ആണ് വരിക. അതിനുശേഷം റൈഡ് എന്ന നൗണും. റൈഡ് എന്ന വാക്ക് ഇവിടെ വെർബല്ല, കാരണം റൈഡ് എന്ന ആക്ഷൻ ഇവിടെ നടക്കുന്നില്ല, മറിച്ച് ഒരു ആഗ്രഹം മാത്രമാണ്. അതുകൊണ്ട് ഇവിടുത്തെ വെർബ് വാണ്ടും ടൂവിന് ശേഷം വരുന്നത് റൈഡ് നൗണുമാണ്. അപ്പോൾ ടു പ്ലസ് റൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഫിനിറ്റീവ് ആണ്. നൗണിനെ കുറിച്ച് നമ്മൾ വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് തീർച്ചയായും കാണണം. ഇനി നമുക്ക് പാസീവ് ജെറൻഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ഒരു വലിയ പാർട്ടി നടക്കുന്നത് കാണാം. ജെറൻഡ് എന്നാൽ വെർബ് പ്ലസ് ING ആണെന്ന് നിങ്ങൾ പഠിച്ചു. ഐ എൻജോയ് ഇൻവൈറ്റിംഗ് പീപ്പിൾ ടു മൈ പാർട്ടീസ്. ഐ എൻജോയ് ഇൻവൈറ്റിംഗ് പീപ്പിൾ ടു മൈ പാർട്ടീസ്. ഇവിടെ എൻജോയ് എന്നുള്ളത് വെർബും ഇൻവൈറ്റിംഗ് എന്നുള്ളത് ജെറൻഡുമാകുന്നു, അതായത് നൗൺ. ഇതിനെ പാസീവ് ജെറൻഡ് ആക്കുമ്പോൾ ഐ എൻജോയ് ബീയിങ് ഇൻവൈറ്റഡ് ടു അതർ പീപ്പിൾസ് പാർട്ടീസ് എന്നായിരിക്കും. അതായത് മറ്റുള്ളവരുടെ പാർട്ടികളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഞാൻ ആസ്വദിക്കാറുണ്ട് എന്നാണ് അർത്ഥം. ഇനി ഇൻഫിനിറ്റീവ് നോക്കാം. ആക്റ്റീവിൽ ഐ വാണ്ട് ടു ഇൻവൈറ്റ് പീപ്പിൾ ടു മൈ പാർട്ടീസ്. ഐ വാണ്ട് ടു ഇൻവൈറ്റ് പീപ്പിൾ ടു മൈ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടികളിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതെങ്ങനെ പാസീവിൽ പറയുക? ഐ വാണ്ട് ടു ബി ഇൻവൈറ്റഡ് ടു അതർ പീപ്പിൾസ് പാർട്ടീസ്. ഐ വാണ്ട് ടു ബി ഇൻവൈറ്റഡ് ടു അതർ പീപ്പിൾസ് പാർട്ടീസ്. മറ്റുള്ള ആളുകളുടെ പാർട്ടികളിലേക്ക് ക്ഷണിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ പാർട്ടികളിലേക്ക് എന്നെ ക്ഷണിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. വേറെ ഉദാഹരണം നോക്കാം. ഐ നീഡ് ടു ഫിക്സ് കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കാർ ശരിയാക്കണം. ഇത് പാസീവ് ഇൻഫിനിറ്റീവിൽ എങ്ങനെ പറയും? മൈ കാർ നീഡ്സ് ടു ബി ഫിക്സ്ഡ്. ഇവിടെ കാർ അല്ല ഫിക്സ് ചെയ്യുന്നത്, ബൈ സമ്മൺ ആണ്. പക്ഷേ കാറിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പാസീവ് ഇൻഫിനിറ്റീവിൽ നമ്മൾ പറഞ്ഞത്. അടുത്ത ഉദാഹരണം ജെറൻഡ് പ്ലസ് ING. ഐ ആം തിങ്കിങ് അബൌട്ട് ഡ്രൈവിംഗ് മൈ കാർ. ഐ ആം തിങ്കിങ് അബൌട്ട് ഡ്രൈവിംഗ് മൈ കാർ. ഇവിടെ തിങ്കിങ് എന്നത് വെർബും ഡ്രൈവിംഗ് എന്നത് നൗണും ആകുന്നു. ഈ വാക്യത്തിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ കാർ ഓടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇതിനെ പാസീവിൽ പറയുമ്പോൾ എന്തായിരിക്കും? ഐ ആം തിങ്കിങ് അബൌട്ട് ബീയിങ് ഡ്രിവൺ ബൈ സമ്മൺ എൽസ്. ഐ ആം തിങ്കിങ് അബൌട്ട് ബീയിങ് ഡ്രിവൺ ബൈ സമ്മൺ എൽസ്. ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ കാർ പ്രത്യേകമായി എടുത്തു പറയേണ്ട ആവശ്യമില്ല, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? മറ്റൊരാൾ ഡ്രൈവ് ചെയ്യപ്പെടുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളാൽ ഡ്രൈവ് ചെയ്യപ്പെടുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾ റൈറ്റ്, ഐ തിങ്ക് വി ആർ റെഡി ഫോർ എ ക്വിസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐ എക്സ്പെക്ട് ഡാഷ് എ ലോട്ട് ഓഫ് പ്രസൻറ്റ്സ് ഓൺ മൈ ബർത്ത്ഡേ. ഇതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് പ്രസൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. ഏതാണ് ഇവിടെ ശരി?
ബീയിങ് ഗിവൺ, ടു ബി ഗിവൺ, ഗിവിങ്, ടു ഗീവ്. എക്സ്പെക്റ്റ് എന്ന വെർബിൻ്റെ കൂടെ എപ്പോഴും ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ ബീയിങ് ഗിവൺ, ഗിവിങ് രണ്ട് ആൻസറും തെറ്റാണ്. അടുത്തത് ടു ബി ഗിവൺ, ടു ഗീവ്. ഏതായിരിക്കും ശരി? ടു ഗീവ് എന്ന ആൻസർ വരുമോ? ഇല്ല. കാരണം ഇതൊരു പാസീവ് സെൻറ്റൻസ് ആണ്. അതായത് മറ്റുള്ളവരുടെ ആക്ഷൻ്റെ റിസൾട്ട് വന്നു ഭവിക്കുന്നത് നമുക്കാണ്. ഇവിടുത്തെ സെൻറ്റൻസിൻ്റെ ആദ്യം ഐ എന്ന ഞാനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്ന വ്യക്തിക്കാണ് ഇവിടെ പ്രാധാന്യം. ടു ബി ഗിവൺ എന്ന് പറഞ്ഞാൽ നൽകപ്പെടുന്നത് എന്നാണ് അർത്ഥം. എൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് പ്രസൻസ് എനിക്ക് നൽകപ്പെടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതാണ് ശരിയായ ട്രാൻസ്ലേഷൻ. പച്ച മലയാളത്തിൽ ഇതിൻ്റെ ഉത്തരം എൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് പ്രസൻസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ടു ബി ഗിവൺ. ഐ എക്സ്പെക്ട് ടു ബി ഗിവൺ എ ലോട്ട് ഓഫ് പ്രസൻസ് ഓൺ മൈ ബർത്ത്ഡേ. അടുത്ത ക്വസ്റ്റ്യൻ. ഐ അപ്രീഷിയേറ്റ് ഡാഷ് എ ലോട്ട് ഓഫ് പ്രസൻസ് ഓൺ മൈ ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. അപ്രീഷിയേറ്റ് എന്ന വേർഡ് ഒരു വെർബാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരാളെയോ ഒരു കാര്യത്തെയോ മനസ്സിലാക്കുക, എന്നിട്ട് അതിനുള്ള വാല്യൂ അവനോ അവൾക്കോ അതിനോ കൊടുക്കുക. അപ്രീഷിയേറ്റ് എന്ന വെർബിന് ശേഷം എപ്പോഴും ജെറൻഡാണ് ഉപയോഗിക്കുക. ജെറൻഡ് എന്താണ്? വെർബ് പ്ലസ് ഐ എൻ ജി. ബി എന്ന വെർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കുമ്പോൾ ബീയിങ് എന്നായി തീരുന്നു. ഗീവ് എന്ന വെർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കുമ്പോൾ ഗിവിങ് എന്നായി തീരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഒന്നില്ലെങ്കിൽ ബീയിങ് ഗിവൺ അല്ലെങ്കിൽ ഗിവിങ് ആണ്. ഇതിൽ നിന്നും എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം? എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? എൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് പ്രസൻസ് തന്നിട്ടുള്ളതിനെ ഞാൻ വിലമതിക്കുന്നു, വളരെ നന്ദി. ഇവിടെയും മറ്റുള്ളവരുടെ ആക്ഷൻ്റെ ഫലം അനുഭവിക്കുന്നത് ഞാനാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രാധാന്യം നൽകി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പാസീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ ബീയിങ് ഗിവൺ എന്നതാണ്. ബീയിങ് വെച്ചതുകൊണ്ട് വെർബിൻ്റെ തേർഡ് ഫോം ഗിവൺ വെച്ചു. ഐ അപ്രീഷിയേറ്റ് ബീയിങ് ഗിവൺ എ ലോട്ട് ഓഫ് പ്രസൻസ് ഓൺ മൈ ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. ഇതാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഐ അവോയ്ഡഡ് ഡാഷ് അതർ പീപ്പിൾ വിത്ത് COVID-19. ഐ സ്റ്റേഡ് ഹോം വെൻ ഐ ഫെൽറ്റ് സിക്ക്. മറ്റുള്ളവർക്ക് കോവിഡ് പകരുന്നത് ഞാൻ ഒഴിവാക്കി. എനിക്ക് അസുഖം തോന്നിയപ്പോൾ ഞാൻ വീട്ടിലിരുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അവോയ്ഡ് എന്ന വെർബിൻ്റെ കൂടെ എപ്പോഴും വെർബ് ഐ എൻ ജി ആണ് വരിക. അപ്പോൾ ഇവിടെ ഉത്തരം ബീയിങ് ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ ഇൻഫെക്റ്റിംഗ് ആയിരിക്കും. ഈ രണ്ടിൽ നിന്നും എങ്ങനെ ശരിയായ ആൻസർ കണ്ടെത്തും? ഇവിടെ ആക്ഷൻ ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ ആക്ഷൻ കൊണ്ട് അതിൻ്റെ ഫലം മറ്റുള്ളവർക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് പാസീവ് സെൻറ്റൻസിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉത്തരം ഇൻഫെക്റ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐ അവോയ്ഡഡ് ഡാഷ് വിത്ത് COVID-19. ഐ സ്റ്റേഡ് അവേ ഫ്രം സിക്ക് പീപ്പിൾ. കോവിഡിൻ്റെ അണുബാധ ഏൽക്കുന്നതിൽ നിന്നും ഞാൻ ഒഴിവായി, രോഗികളിൽ നിന്നും ഞാൻ വിട്ടുനിന്നു. ഇവിടെ അവോയ്ഡ് വെർബിന് ശേഷം വീണ്ടും ജെറൻഡ്, അതായത് വെർബ് പ്ലസ് ഐ എൻ ജി ആണ് വരിക. ഇതൊരു പാസീവ് സെൻറ്റൻസ് ആണ്. കോവിഡിൻ്റെ അണുബാധയുടെ ഫലം എനിക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അത് കിട്ടുന്നതിൽ നിന്നും ഒഴിവായി. അപ്പോൾ ഉത്തരം ബീയിങ് ഇൻഫെക്റ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ആസ്ക്ഡ് ഡാഷ് ദ മെഡിസിൻ, സോ ദ ഡോക്ടർ ഗേവ് മി എ ഷോട്ട്. ആസ്ക് എന്ന വെർബിന് ശേഷം എപ്പോഴും ടു പ്ലസ് വെർബാണ് വരിക, അതായത് ടു പ്ലസ് ഇൻഫിനിറ്റീവ്. അപ്പോൾ ഇവിടെ ആൻസർ ടു ബി ഗിവൺ ഓർ ടു ഗീവ് എന്നായിരിക്കും. ഇവിടെ ഞാൻ ചോദിച്ചു എനിക്ക് മെഡിസിൻ തരാൻ. അതുകൊണ്ട് ഡോക്ടർ എനിക്കൊരു ഇഞ്ചക്ഷൻ നൽകി. ഇവിടെ ഒരാളുടെ ആക്ഷൻ്റെ റിസൾട്ട് എന്നിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. എന്താണ് ആക്ഷൻ? മെഡിസിൻ തരാൻ. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? ടു ബി ഗിവൺ. ഓൾ റൈറ്റ്. താങ്ക് യു. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം. താങ്ക്സ് ഫോർ ക്ലിക്കിംഗ്. ബൈ.